ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു ജനനായകന്റെ വികസന ഗ്യാരണ്ടിയുമായി ഒരു മൂന്നാം ശക്തി കേരളത്തിന്റെ മണ്ണിൽ ആഴ്ന്നിറങ്ങുകയാണ്. അതെ, ഇത് മോദി യുഗമാണ്. ഇത് വികസനത്തിന്റെ പുതിയ ഭാരതമാണ്. എന്താണ് ഇത്തവണ കേരളം കാണാൻ പോകുന്ന ആ അട്ടിമറി ഡീൽ രാഷ്ട്രീയത്തിന്റെ പിന്നാമ്പുറങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിലെ ഓരോ വോട്ടറെയും സ്വാധീനിക്കുന്ന ആ അടിയൊഴുക്കുകൾ എന്താണ്? എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. കാരണം കേരള രാഷ്ട്രീയം ഇതുവരെ പറയാത്ത ചില സത്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ചും പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ന് ഭാരതം ലോകത്തിന്റെ നെറുകയിലാണ്. ഒരു കാലത്ത് തളരുന്ന രാജ്യം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നമ്മുടെ ഇന്ത്യ ഇന്ന് തിളങ്ങുന്ന ഭാരതമായി മാറിക്കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറി. നരേന്ദ്രമോദി എന്ന ദീർഘവീക്ഷണമുള്ള നേതാവ് അധികാരത്തിൽ വരുമ്പോൾ 10ാം സ്ഥാനത്തായിരുന്ന നമ്മുടെ രാജ്യം വെറും 10 വർഷം കൊണ്ട് ബ്രിട്ടനെ പോലും പിന്നിലാക്കി കുതിക്കുകയാണ്. ഇതാണ് മോദി മാതൃകത. വരും വർഷങ്ങളിൽ ഇന്ത്യ 3ാം സ്ഥാനത്തെത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഇടപാടുകൾ നടക്കുന്നത് ഭാരതത്തിലാണ്. ഒരു ചായക്കടക്കാരൻ മുതൽ വൻകിട വ്യാപാരികൾ വരെ UPI ഉപയോഗിക്കുന്നു. വികസിത രാജ്യങ്ങൾ പോലും അത്ഭുതത്തോടെ നോക്കുന്ന ഈ മാറ്റം ഇന്ത്യയുടെ ഓരോ ഗ്രാമത്തിലും എത്തിക്കാനായി മോദി സർക്കാരിന് സാധിച്ചു. ചന്ദ്രയാനും ആദിത്യ മിഷനുകളും വഴി ബഹിരാകാശത്ത് ഇന്ത്യ കൊടിനാട്ടി. പ്രതിരോധ മേഖലയിൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യം ഇന്ന് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന നിലയിലേക്ക് വളർന്നു. ഈ കരുത്ത്, ഈ ഒരു ആത്മവിശ്വാസം കേരളത്തിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റത്തിന്റെ അലയൊലികളാണ് ഇത്തവണത്തെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഭാരതം കുതിക്കുമ്പോൾ കേരളം എവിടെ നിൽക്കുന്നു? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ക്ഷേമ പെൻഷനുകൾ നൽകാൻ പോലും കടം വാങ്ങേണ്ടി വരുന്ന ഗതികേടിലാണ് നമ്മുടെ സംസ്ഥാനം. പറയാൻ നാണക്കേടാണ്. കേരളത്തിലെ യുവാക്കൾ തൊഴിലിനു വേണ്ടി അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കൊക്കെ പലായനം ചെയ്യുന്നു. എന്തുകൊണ്ട് കേരളത്തിൽ വ്യവസായങ്ങൾ വളരുന്നില്ല? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളം കേൾക്കുന്നത് ഞെട്ടിക്കുന്ന അഴിമതി കഥകളാണ്. സ്വർണ്ണക്കടത്ത് മുതൽ സ്വർണ്ണക്കൊള്ള വരെ, സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ വരെ നീളുന്ന ഈ ഒരു പട്ടികയിൽ ഭരണകൂടത്തിലെ ഉന്നതർക്ക് പങ്കുണ്ടെന്ന ആരോപണങ്ങൾ ഗൗരവമേറിയതാണ്. പാവപ്പെട്ടവൻ വിയർപ്പൊഴുക്കി സമ്പാദിച്ച പണം കരുവന്നൂർ ബാങ്ക് പോലെ പലയിടങ്ങളിലും പാർട്ടി നേതാക്കൾ കൊള്ളയടിച്ചു. ഈ അനീതിക്കെതിരെ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണങ്ങളെ ഭയപ്പെടുന്നവരാണ് ഇന്ന് വികസനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പാവപ്പെട്ടവന്റെ ക്ഷേമ പദ്ധതികൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ പേര് മാറ്റി സ്വന്തം സ്റ്റിക്കർ ഒട്ടിക്കുന്ന രീതിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. PM ആവാസ് യോജനയെ ലൈഫ് മിഷനായും ആയുഷ്മാൻ ഭാരതിനെ കാരുണ്യായും പേര് മാറ്റി ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. എന്നാൽ ജനങ്ങൾ ഇന്ന് ബോധവാന്മാരാണ്. ഓരോ പദ്ധതിയുടെയും പിന്നിലെ യഥാർത്ഥ കരുത്ത് മോദി സർക്കാരാണെന്ന് അവർക്കറിയാം. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഡീൽ വിവാദമാണ്. CPM-ഉം കോൺഗ്രസും ദേശീയ തലത്തിൽ ഒന്നിച്ചിരിക്കുകയും കേരളത്തിൽ പരസ്പരം പോരടിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ആരെ പറ്റിക്കാനാണ്? പല മണ്ഡലങ്ങളിലും BJP-യെ തോൽപ്പിക്കാനായി ഈ രണ്ട് മുന്നണികളും രഹസ്യമായി വോട്ടുകൾ കൈമാറുന്നു എന്ന ആരോപണം വളരെ ശക്തമാണ്. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം വഴി കേരളത്തിന്റെ അധികാരം പങ്കിട്ടെടുക്കുന്ന ഈ രീതിക്ക് അറുതി വരുത്താനായി ഇത്തവണ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അഴിമതി കേസിൽ പെട്ട കോൺഗ്രസ് നേതാക്കളെ രക്ഷിക്കാൻ CPM-ഉം CPM നേതാക്കളെ രക്ഷിക്കാനായി കോൺഗ്രസും നടത്തുന്ന നാടകങ്ങൾ വോട്ടർമാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതിനെതിരെയാണ് BJP ഉയർത്തുന്ന വികസനത്തിന്റെ രാഷ്ട്രീയം പ്രസക്തമാകുന്നത്. എന്താണ് മോദി ഗ്യാരണ്ടി? അതൊരു രാഷ്ട്രീയ വാഗ്ദാനമായി കരുതരുത്, മറിച്ച് നടപ്പിലാക്കുമെന്ന് ഉറപ്പുള്ള പ്രവർത്തനങ്ങളാണ്. കേരളത്തിന്റെ വികസനത്തിന് കേന്ദ്ര സർക്കാർ നൽകുന്ന പരിഗണന സമാനതകളില്ലാത്തതാണ്. ഒന്നാമത് ദേശീയപാത വികസനം തന്നെ എടുത്തു നോക്കാം. കേരളം ഇതുവരെ കാണാത്ത വേഗത്തിലാണ് ഇന്ന് ഹൈവേകളുടെ പണി നടക്കുന്നത്. പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന പദ്ധതികൾ മോദി സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് യാഥാർത്ഥ്യമായി. രണ്ടാമത് വന്ദേ ഭാരത് എക്സ്പ്രസ്. കേരളത്തിലെ യാത്രാ സൗകര്യങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് സാധിച്ചു. ഇത് കേരളത്തോട് മോദി സർക്കാർ കാണിക്കുന്ന സ്നേഹത്തിന്റെ തെളിവാണ്. മൂന്നാമത് കൊച്ചി മെട്രോയും സ്മാർട്ട് സിറ്റിയും. കൊച്ചി മെട്രോയുടെ അടുത്ത ഘട്ടങ്ങൾക്കും സ്മാർട്ട് സിറ്റി പദ്ധതികൾക്കും വേണ്ട സാമ്പത്തിക സഹായം കേന്ദ്രം കൃത്യമായി നൽകുന്നുണ്ട്. കേരളത്തിന്റെ ടൂറിസം മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനും കാർഷിക മേഖലയിൽ പ്രത്യേകിച്ചും റബ്ബർ കർഷകർക്ക് അർഹമായ വില ഉറപ്പാക്കാനും BJP-ക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട്. കേരളത്തിന്റെ ആത്മീയവും സാംസ്കാരികവുമായ പൈതൃകത്തെ സംരക്ഷിക്കേണ്ടത് അനിവാര്യവുമാണ്. ശബരിമല വിഷയത്തിൽ കേരളത്തിലെ ഹൈന്ദവ സമൂഹം അനുഭവിച്ച വേദന നമ്മൾക്ക് മറക്കാനാകില്ല. വിശ്വാസങ്ങളെ തകർക്കാനായി ശ്രമിക്കുന്ന ഭരണകൂടവും അതിനെതിരെ ശക്തമായ
നിലപാടെടുക്കാൻ ഭയപ്പെട്ട പ്രതിപക്ഷവും കേരളത്തിന് തന്നെ ശാപമാണ്. എന്നാൽ BJP തുടക്കം മുതൽ വിശ്വാസികൾക്കൊപ്പമാണ് നിൽക്കുന്നത്. സുപ്രീം കോടതിയിൽ വിശ്വാസികൾക്ക് അനുകൂലമായി നിലപാടുകൾ സ്വീകരിക്കാനും ആചാരങ്ങൾ സംരക്ഷിക്കാനും BJP കാണിച്ച ആർജവം കേരളത്തിലെ ജനങ്ങൾ മറക്കില്ല. സാംസ്കാരികമായ ഉണർവ് ഭാരതത്തിലുടനീളം വരുമ്പോൾ കേരളം മാത്രം അതിൽ നിന്നും വിട്ടുനിൽക്കരുതല്ലോ. രാമക്ഷേത്ര നിർമ്മാണം തന്നെ അത് യാഥാർത്ഥ്യമായത് കോടിക്കണക്കിന് ഭാരതീയരുടെ സ്വപ്നമായിരുന്നു. അതേ ആത്മവിശ്വാസം കേരളത്തിലെ വിശ്വാസികൾക്കും BJP നൽകുന്നുണ്ട്. BJPക്കെതിരെ ഇടതുവലത് മുന്നണികൾ പടച്ചുവിടുന്ന ഏറ്റവും വലിയ നുണയാണ് ന്യൂനപക്ഷ വിരുദ്ധത. എന്നാൽ എന്താണ് വസ്തുത? കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ക്ഷേമ പദ്ധതികളും ജാതിയോ മതമോ നോക്കാതെയാണ് നമ്മുടെ ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നത്. മുസ്ലിം സഹോദരിമാർക്ക് വലിയൊരു ആശ്വാസമായ മുത്തലാഖ് നിരോധനം, ക്രൈസ്തവ സഭകളുമായി പ്രധാനമന്ത്രി നടത്തുന്ന ചർച്ചകൾ, ഇവയെല്ലാം BJPയുടെ വിശാലമായ കാഴ്ചപ്പാടിനെയാണ് സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഇന്ന് BJPയെ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. സഭകൾ നേരിടുന്ന വെല്ലുവിളികളും കാർഷിക പ്രശ്നങ്ങളും പരിഹരിക്കാനായി മോദി സർക്കാരിന് മാത്രമേ സാധിക്കൂ എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന മുദ്രാവാക്യം കേരളത്തിലും അർത്ഥവത്തായി മാറുകയാണ്. കേരളത്തിലെ യുവാക്കൾ ഇന്ന് എന്തിനാ നാടുവിടുന്നത്? ഇവിടെ സംരംഭങ്ങൾ തുടങ്ങാൻ പേടിയാണ്. നോക്കുകൂലിയും രാഷ്ട്രീയ വേട്ടയാടലുകളും കാരണം വ്യവസായികൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കണ്ടു. കേന്ദ്ര സർക്കാരിന്റെ മുദ്രാ ലോൺ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതികളെല്ലാം കേരളത്തിലെ യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങളാണ് നൽകുന്നത്. BJP കേരളത്തിൽ ഭരണത്തിലോ നിർണായക ശക്തിയായോ വന്നാൽ കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറും. IT മേഖലയിൽ ബംഗളൂരുവിനോടും ഹൈദരാബാദിനോടും മത്സരിക്കാൻ കേരളത്തെ പ്രാപ്തമാക്കാൻ BJPക്ക് സാധിക്കും. നമ്മുടെ അമ്മമാരും സഹോദരിമാരും സുരക്ഷിതരാണോ? കേരളത്തിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. കേന്ദ്ര സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി നടപ്പിലാകുന്ന ഉജ്ജ്വല യോജന, അതായത് സൗജന്യ ഗ്യാസ് കണക്ഷൻ, മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ പദ്ധതികളെല്ലാം സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുകയാണ്. കേരളത്തിലെ കുടുംബശ്രീ യൂണിറ്റുകളെ രാഷ്ട്രീയവൽക്കരണത്തിൽ നിന്നും മോചിപ്പിച്ച് കൂടുതൽ ഉൽപാദനക്ഷമമാക്കാൻ കേന്ദ്ര സഹായം ആവശ്യമാണ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന സന്ദേശം കേരളത്തിന്റെ ഓരോ വീടുകളിലും എത്തിക്കാൻ BJP പ്രതിജ്ഞാബദ്ധമാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേയുള്ളൂ. വോട്ട് ചെയ്യാൻ ബൂത്തിലെത്തുമ്പോൾ ഒന്ന് ആലോചിക്കുക. നമുക്ക് വേണ്ടത് പഴയ അഴിമതി രാഷ്ട്രീയമാണോ, അതോ വികസനത്തിന്റെ പുതിയ ആകാശങ്ങളാണോ? കഴിഞ്ഞ 70 വർഷമായി, 70-ൽ പരം വർഷങ്ങളായി നമ്മൾ കണ്ട ഈ രണ്ട് മുന്നണികൾക്ക് അവസരം നൽകി. ഇത്തവണ ഒരു മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യൂ. കേരളത്തിന്റെ ശബ്ദം നിയമസഭയിൽ കേൾപ്പിക്കാൻ BJPയുടെ പ്രതിനിധികൾ തന്നെ ഉണ്ടായി തീരൂ. മോദി ഗ്യാരണ്ടി കേരളത്തിലും നടപ്പിലാക്കാൻ താമര ചിഹ്നത്തിന് വോട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് ജനങ്ങൾ തന്നെ പറയുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ചരിത്രം എന്തായാലും മാറ്റിയെഴുതും. അതൊരു പുതിയ കേരളത്തിന്റെ ഉദയമായിരിക്കും. വികസനവും സമാധാനവും പുരോഗതിയും ആഗ്രഹിക്കുന്ന ഓരോ മലയാളിയും ഇത്തവണ എന്തായാലും ചിന്തിക്കും. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടി ഈ വീഡിയോ എല്ലാവരിലേക്കും പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും ഒരു ചോദ്യം കൂടി, ആര് ജയിക്കണം കേരളത്തിൽ? മാറ്റം വേണോ? ചർച്ചകൾ എന്തായാലും തുടരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.